ഒരു മാരീഡ് ഡിവൈൻ മസ്കുലൈൻ തൻ്റെ ട്വിൻ ഫ്ലെയിം ജേണി എങ്ങനെയാണ് നോക്കി കാണുന്നത്, എന്തൊക്കെ രീതിയിലുള്ള സഫറിങ്സ് ആയിരിക്കും നേരിടുക എന്നുള്ളത് നമുക്ക് നോക്കിയാലോ. ശരിക്കും ഒരു DFനേക്കാൾ, അതായത് സ്ത്രീകൾക്ക് എപ്പോഴും സഹനശക്തി കൂടുതലാണ്. കാര്യങ്ങളെ ക്ഷമയോട് കൂടിയിട്ട് മനസ്സിലാക്കാനും അതിനെ ഉൾക്കൊള്ളാനുള്ള ശക്തി കൂടുതലാണെന്ന് പറയും. ദൈവം ഒരു പക്ഷേ അങ്ങനെയായിരിക്കും സ്ത്രീകളെ സൃഷ്ടിച്ചിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ പുരുഷന്മാർക്ക് പെയിൻ മനസ്സിനെ താങ്ങാനുള്ള കപ്പാസിറ്റി കുറവാണെന്നാണ് പറയുക. അപ്പോൾ ഒരു മാരീഡ് ആയിട്ടുള്ളൊരു DM എന്ന് പറയുമ്പോൾ രണ്ട് ലോകങ്ങൾക്കിടയിൽപ്പെട്ട പോലത്തെ ഒരു ഫീലിങ്സ് ആയിരിക്കും ഉണ്ടാവുക. അതായത് 3D റെസ്പോൺസിബിലിറ്റിയിൽ ഭാര്യയും കുടുംബവും സോഷ്യൽ ഡ്യൂട്ടീസും എല്ലാം ഉണ്ടായിരിക്കും. എന്നാൽ 5D സോൾ ലെവലുള്ളൊരു പുള്ള്, ഡിവൈൻ ഫെമിനയിലേക്കുള്ള ഒരു ആത്മബന്ധം, അതും ഹെവി ആയിരിക്കും. അപ്പോൾ ആ ഒരു ഡിവൈൻ മസ്കുലൈൻ്റെ മനസ്സിൽ എന്തായിരിക്കും, എനിക്ക് ആരെയും തന്നെ വേദനിപ്പിക്കാനായിട്ട് സാധിക്കില്ല. അത് ശരിക്കും പറഞ്ഞാൽ ആ ഡിവൈൻ മസ്കുലൈൻ്റെ ഒരു ഗിൽട്ട് ഫീലാണ്. ഇവർ ശരിക്കും സൈലൻ്റായിട്ട് വേദന സഫറിങ് ചെയ്യുക. അതായത് ഓപ്പൺലി സംസാരിക്കാനേ പറ്റൂല DMന്. കാരണം ഭാര്യയോട് പറയാനായിട്ട് പറ്റില്ല, DFനെ സമീപിക്കാനുള്ളൊരു ധൈര്യവും ഉണ്ടാവില്ല. അപ്പോൾ അതിനാൽ എന്താണ് സംഭവിക്കുക എന്ന് വെച്ചാൽ, അവരെ സംബന്ധിച്ച് സ്ലീപ്ലെസ് ആയിരിക്കും മിക്ക നൈറ്റുകളും. അതുപോലെ തന്നെ പെട്ടെന്ന് ദേഷ്യം സംഭവിക്കും. അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഇറിറ്റേഷൻ. അതുപോലെ തന്നെ അവർക്ക് ഇമോഷണലി അവർ ഭയങ്കര ഡൗൺ ആയിരിക്കും. പിന്നെ അവർക്കൊരു കൺഫ്യൂഷനായിരിക്കും, ഇത് ലവ് ആണോ, ഇത് ലസ്റ്റ് ആണോ, അങ്ങനെയൊക്കെയുള്ളൊരു കൺഫ്യൂഷനാണ് ഉണ്ടാവുക. ഒരു ട്വിൻ ഫ്ലെയിം കണക്ഷൻ ശരിക്കും ഈ മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈനെ ഷേക്ക് ചെയ്യും. ഇത് റോങ് ആണോ, അതോ ഇതിൻ്റെ ഡെസ്റ്റിനി ആണോ, അല്ലെങ്കിൽ ഇതൊരു സെക്ഷൽ അട്രാക്ഷൻ ആണോ, അങ്ങനെ പലതരത്തിൽ ഇതിൻ്റെ യഥാർത്ഥത്തിലൊരു ട്രൂത്ത് അക്സെപ്റ്റ് ചെയ്യാൻ തന്നെ അവർ ഒരുപാട് സമയം എടുക്കുന്നുള്ളതാണ്. പിന്നെ അവരുടെ ഈഗോ ബ്രേക്ക് ഡൗൺ ആവുക എന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അതായത് അവരുടെ ഹാർട്ട് ലീഡ് ചെയ്യാനായിട്ട് തുടങ്ങുന്ന സമയത്താണ് അവരെ ഒരു ലോജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് വിട്ടിട്ട് അവരെ കൺട്രോളൊക്കെ ഒന്ന് അയച്ച് അവരൊരു ഈ ട്വിൻ ഫ്ലെയിം ജേണിയിലേക്ക് തന്നെ ഒന്ന് നോക്കുന്നത് തന്നെ. അപ്പോൾ അതൊരു പെയിൻഫുള്ളായിട്ടുള്ളൊരു ഈഗോ ബ്രേക്ക് ഡൗൺ ആവുന്ന ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് അവർക്ക് ഭയങ്കര പെയിൻഫുള്ളായിട്ടുള്ളൊരു പാസ്സായിരിക്കും, അല്ലെങ്കിൽ ഒരു ഫേസ് ആയിരിക്കും. അപ്പോൾ പിന്നെ ഒരു റണ്ണർ ഫേസിലേക്ക് ഈ മാരീഡ് DMs പോകും, വളരെ പെട്ടെന്ന് തന്നെ പോകും. അത് ശരിക്കും ഒരു ഒളിച്ചോട്ടം പോലെ. കാരണം ഇവർക്ക് ഈ സഫറിങ്സ് ഒന്നും താങ്ങാനായിട്ട് സാധിക്കില്ല. DFനെ ഫുള്ളി അവർ അവോയ്ഡ് ചെയ്യും. അതുപോലെ തന്നെ അവരൊരു സൈലൻസ് ചൂസ് ചെയ്തിട്ട് ഫാമിലിക്ക് ഫസ്റ്റ് ഇമ്പോർട്ടൻസ് കൊടുക്കും. അങ്ങനെ ഒരു മാസ്ക് അവരെടുത്തിടും. പക്ഷേ സോൾ ലെവൽ ആ സപ്പറേഷൻ ഒരിക്കലും നടക്കുന്നില്ല എന്നുള്ളതാണ്. ആ മാസ്ക് അവരെടുത്തിട്ടാലും സോൾ ലെവലിൽ ഒരിക്കലും ഒരു സപ്പറേഷൻ ഉണ്ടാവില്ല ട്വിൻ ഫ്ലെയിംസിന്. ഈ കാർമിക് മാരേജിൽ പല DMസും ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് അതായത് ഞാൻ എൻ്റെ വൈഫിനോട് റോങ് ആണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ഇവർ എൻ്റെ കാർമിക്കാണോ, അങ്ങനെ പലതരത്തിലുള്ള ചിന്തകളിലൂടെ പോയിട്ട് അവനെ തന്നെ ഒരു പണിഷ്മെൻറ്റ് മോഡിലേക്ക്, സ്വന്തം ഹാപ്പിനെസ് പുറമെ ഉണ്ടെന്ന് കാണിച്ചാലും ഹാപ്പിനെസ് ഇല്ലാത്ത രീതിയിൽ ജീവിക്കാനായിട്ടുള്ളൊരു ഉൾപ്രേരണ വന്ന് അതിലേക്ക് അവനെ ചൂസ് ചെയ്യുകയാണ് ചെയ്യാം മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസ്. ഇനി ഇന്നർ കോൺഫ്ലിക്റ്റ് ആണല്ലോ ഇവർക്ക് കൂടുതലുണ്ടാവുക. അപ്പോൾ അവർക്കത് ബോഡിയിൽ പല സിംറ്റംസായിട്ട് അവർക്ക് തന്നെ ഫീൽ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അവരുടെ നെഞ്ചൊക്കെ വലിഞ്ഞ് മുറുകണ പോലെ, അതുപോലെ തന്നെ അവർക്ക് ബാക്ക് പെയിൻ, ആങ്സൈറ്റി പോലുള്ള ഇഷ്യൂസ് വരിക, സെക്ഷൽ എനർജി എപ്പോഴും ഇൻബാലൻസ് ആയിരിക്കും. അങ്ങനെയൊക്കെ ഫിസിക്കൽ സിംറ്റംസ് അവർക്ക് കാണും. പിന്നെ അത് മാത്രമല്ല, ഡിവൈൻ ഫെമിനൈനെ മിറർ ചെയ്യും. അതായത് DF നല്ല രീതിയിൽ ഹീലിംഗ് പോയിക്കൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് ആ മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈനെ പെയിൻ ഇപ്പുറത്ത് കൂടും. കാരണം എന്താണ്, ആ ഡിവൈൻ ഫെമിനൈൻ്റെ ആ ഗ്രോത്ത്, അവൾ മൂവ് ഓൺ ആയി പോകുമെന്നുള്ള ഭയം ഒക്കെ അവർക്ക് അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിക്കില്ല. പലപ്പോഴും മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മസ്കുലൈൻസ് അവേക്കൺ ആവാനായിട്ട് ഭയങ്കരമായിട്ട് ലേറ്റ് ആവും. കാരണം അവരുടെ ഈഗോ ഫുള്ളായിട്ട് ഡ്രോപ്പായി പോകാൻ സമയമെടുക്കും എന്നുള്ളതാണ്. ഒരു അൺകണ്ടീഷണൽ ലവ് എന്താണെന്നുള്ളത് മനസ്സിലാക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല.
അവർക്ക് എപ്പോഴും അവരുടെ റെസ്പോൺസിബിലിറ്റി അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നത് എങ്ങനെയാണെന്നുള്ള ഇത്തരത്തിലുള്ള ചിന്തകൾ മാത്രമായിരിക്കും അവരുടെ മനസ്സിലുണ്ടാവുക. അപ്പോൾ ഒരു എവേക്കണിങ്ങിലേക്ക് കടക്കുക എന്ന് പറയുന്നത് ഒരു ഡിവൈൻ ഫെമിനൈൻ, മാരീഡ് ആയിട്ടുള്ള മാസ്കുലൈൻ്റെ ഡിവൈൻ ഫെമിനൈൻ്റെ ഹീലിംഗ് പ്രോസസ്സ് എങ്ങനെ ഇരിക്കും അതിനനുസരിച്ചിട്ടാണ് അവരുടെ എവേക്കണിങ് നടക്കുക. ഇതിലൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ട്രൂത്ത് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങളെപ്പോഴും മനസ്സിലാക്കേണ്ട കാര്യം, ഈ ട്വിൻ ഫ്ലെയിം ജേണി എന്ന് പറയുന്നത് ഒരു അഫെയർ അല്ല. നമ്മൾ ഒരിക്കലും ഫോഴ്സ് ചെയ്താലൊന്നും റീയൂണിയൻ പോസിബിൾ അല്ല. അതൊരു ഡിവൈൻ ടൈമിങ്ങിൽ മാത്രം നടക്കുന്ന ഒരു പ്രോസസ്സാണ്. നിങ്ങളുടെ ഇന്നർ ഹീലിംഗ് എത്രത്തോളം പോകുന്നുണ്ടോ, എത്രത്തോളം നല്ല രീതിയിലാകുന്നുണ്ടോ അതിനനുസരിച്ച് മാത്രമാണ് ഡിവൈൻ മാസ്കുലൈൻ്റെ, മാരീഡ് ആയിട്ടുള്ള ഒരു ഡിവൈൻ മാസ്കുലൈൻ്റെ അവേക്കണിങ് സംഭവിക്കുള്ളൂ. ഇനി ഈ മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലൈൻ്റെ ഒരു തോട്ട്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ, ആൾ സൈലൻസിലാണെന്നുണ്ടെങ്കിലും ഉള്ളിൽ ദിവസവും ആ DFനോട് അവർ സംസാരിക്കുന്നുള്ളതാണ്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് അവർ ചെക്ക് ചെയ്യും ആ ഡിവൈൻ ഫെമിനൈൻ, അവരുടെ ഡിവൈൻ ഫെമിനൈൻ സെക്യൂർഡ് ആണോ, ഓക്കെ ആണോ എന്നുള്ളത് അവരെപ്പോഴും ചെക്ക് ചെയ്യും. കാരണം എന്താണെന്ന് വെച്ചാൽ അവരുടെ മനസ്സിൽ അവരെക്കാൾ കൂടുതൽ അവർ സ്നേഹിക്കുന്നത് അവരുടെ ഡിവൈൻ ഫെമിനൈനായിരിക്കും എന്നുള്ളതാണ് സത്യം. ഇനി മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലൈൻസ് എപ്പോഴും ദൂരെ നിന്ന് സൈലൻ്റായിട്ട് വാച്ച് ചെയ്യുള്ളൂ. വളരെ സൈലൻ്റായിട്ട് ദൂരെ നിന്നും ഡിസ്റ്റൻസിൽ നിന്ന് വാച്ച് ചെയ്യും അവരുടെ ഡിവൈൻ ഫെമിനൈൻസിനെ. കാരണം എന്താണെന്ന് വെച്ചാൽ DFനെ ഇനി അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ അവരെ അപ്രോച്ച് ചെയ്യുന്നത് ഒരു ഇമോഷണൽ ചീറ്റിംഗ് ആണോ, അങ്ങനെ ആയി പോകുമോ എന്നുള്ളൊരു ഭയം അവർക്കുള്ളത് കൊണ്ടും, അതുപോലെ തന്നെ ഈ ഒരു എനർജറ്റിക് പുള്ള് വരും. അതായത് DFനെ ഏതെങ്കിലും രീതിയിൽ സോഷ്യൽ മീഡിയയിലോ അല്ലെങ്കിൽ നേരിട്ടോ ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ കാണുമ്പോൾ അവരുടെ ഹാർട്ട് ചക്ര അപ്പോൾ ഓപ്പൺ ആകും. അപ്പോൾ അവർക്കത് കൺട്രോൾ നഷ്ടപ്പെടും അവരുടെ. അതുകൊണ്ട് തന്നെയാണ് അവർ ഈ ഒരു ഡിസ്റ്റൻസ് മെയിനായിട്ട് കീപ്പ് ചെയ്യണത്. അപ്പോൾ അവർക്ക് ആകെപ്പാടെ അവർക്കൊരു ഇടയ്ക്ക് അവരൊന്ന് ചെക്ക് ചെയ്യും, അതായത് അവരുടെ DF സേഫ് ആണോ, വേറെ പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ എന്നുള്ളൊരു ചെക്കിങ് എപ്പോഴും അവരുടെ ഭാഗത്തുണ്ടാവും. പിന്നെ അവരുടെ മനസ്സെന്ന് പറയുന്നത് ഈഗോവും ലവും തമ്മിലൊരു കോൺഫ്ലിക്റ്റാണ് എപ്പോഴും നടക്കുക. അതായത് എങ്ങാനും ഞാൻ ഡിവൈൻ ഫെമിനിനോട് സംസാരിച്ച് കഴിഞ്ഞാൽ എൻ്റെ മനസ്സിലുള്ള ട്രൂത്ത് പുറത്തേക്ക് വരും. അതൊരിക്കലും ചെയ്യാനായിട്ട് മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലൈൻ റെഡി ആയിരിക്കില്ല. ശരിക്കും ഒരു റണ്ണർ ഫേസ് എന്ന് പറയുന്നത് ഒരു വലിയൊരു സർവൈവൽ സെക്ഷൻ തന്നെയാണ് ഡിവൈൻ മാസ്കുലിനെ സംബന്ധിച്ചിട്ട്. ഇനി മാരീഡ് ആയിട്ടുള്ള ഒരു ഡിവൈൻ മാസ്കുലിൻ ഒരിക്കലും റീയൂണിയൻ ചൂസ് ചെയ്യില്ല. ശരിക്കും പറയുകയാണെങ്കിൽ അവർക്കത് ഭയമാണ്, ഫിയറാണ്. അതുപോലെ സൊസൈറ്റി ഫിയർ ഉണ്ടാവും, ഫാമിലി ഇമേജ് മനസ്സിൽ വരും, പലതരത്തിലുള്ള റെസ്പോൺസിബിലിറ്റി കൺഫ്യൂഷൻസ് വരും. അപ്പോൾ അതുകൊണ്ട് അവർ ഇതൊക്കെ ചെയ്യുന്നതിന് അവർ മാറി നിൽക്കും. ഈ റീയൂണിയൻ പോസിബിൾ ആണോ എന്ന് ചോദിച്ചാൽ ഓഫ് കോഴ്സ് പോസിബിളൊക്കെയാണ്. അത് ഒരു DF ഫുള്ളി അവേക്കണിങ് ആവണം എന്നുള്ളതാണ് ഇവിടെ. അപ്പോൾ ആ ഒരു റിയലൈസേഷൻ എത്രയും വേഗം DFന് ഉണ്ടാവണം. അതിന് DF എന്ത് ചെയ്യണം എന്ന് വെച്ചാൽ, മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലൈൻസിൻ്റെ DF ആണെങ്കിൽ നിങ്ങൾ ചേസ് ചെയ്യുന്നത് ഫസ്റ്റ് നിർത്തണം. പിന്നെ ഈ റീയൂണിയൻ എന്ന് പറയുന്നത് വെറൊരു ഡ്രാമയല്ല, അതൊരു ഡിവൈൻ ടൈമിങ്ങിൽ നടക്കേണ്ട ഒരു ട്രൂത്ത് ആയിട്ടുള്ള ഒരു കാര്യമാണ്. നമുക്ക് ഫോഴ്സ്ഫുള്ളി ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ പിന്നെ ഈ മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലൈൻസിൻ്റെ മാരേജ് കാർമിക് ആണ് എന്നുണ്ടെങ്കിൽ, അതായത് അയാളുടെ ജീവിതത്തിൽ നിന്നും നാച്ചുറലി ഡിസോൾവ് ആയിട്ട് പോകേണ്ടതാണെങ്കിൽ അത് പോകും. അപ്പോൾ അതിൻ്റെ പെയിൻ ഉണ്ടായിരിക്കും ആ ഡിവൈൻ മാസ്കുലൈൻസിന്, അല്ലെങ്കിൽ അത് സംഭവിക്കുമോ എന്നുള്ള ഭയത്തിൽ കുറേ നാൾ ജീവിക്കും. അപ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളെല്ലാം വളരെ ഗാഢമായിട്ടുള്ള പ്രശ്നങ്ങൾ തന്നെയാണ് ഒരു ഡിവൈൻ മാസ്കുലൈൻ്റെ, അതായത് മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലൈൻ്റെ ഭാഗത്തും ഉണ്ടാവുക. അപ്പോൾ അവരതിനെയൊക്കെ ഫേസ് ചെയ്ത് അത്തരം കാര്യങ്ങളൊക്കെ ഓവർകം ചെയ്ത് വരണം. ഇനി ഏറ്റവും മസ്റ്റായിട്ട് അതൊക്കെ സംഭവിക്കണം എന്നുണ്ടെങ്കിൽ എന്ത് വേണമെന്ന് വെച്ചാൽ ഒരു DF ഫുൾ ഡിറ്റാച്ച്മെൻറ്റ്, ഗ്രൗണ്ടഡ് ആയിട്ട് ഡിറ്റാച്ച്മെൻ്റ് ആയിട്ട് അവനവൻ്റെ സെൽഫ് വർത്തിലേക്കും സെൽഫായിട്ടുള്ള കർമ്മയിലേക്കും ഫോക്കസ് ചെയ്തിട്ട് ഹീലിംഗ് ഒക്കെ ചെയ്തിട്ട് സ്വസ്ഥമായിട്ട് പോകണം. അതായത് റിയാലിറ്റി എപ്പോഴും റിയാലിറ്റിയാണ്, അത് നിങ്ങൾ മനസ്സിലാക്കുക. ഇതൊരിക്കലും ഒരു ലവ് സ്റ്റോറി അല്ല, അല്ലെങ്കിൽ ആ ലവ് ട്രാക്ക് പിടിക്കാനായിട്ട് സാധിക്കില്ല. ഇതൊരു ആത്മീയമായിട്ടുള്ളൊരു യാത്രയാണെന്ന് നമ്മളത് അക്സെപ്റ്റ് ചെയ്യണം ഫസ്റ്റ്. അത് തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ ട്വിൻ ഫ്ലെയിം ജേണിയിലാണെന്ന് തിരിച്ചറിഞ്ഞാൽ ഫസ്റ്റ് അതാണ് മനസ്സിലാക്കേണ്ട സത്യം. അപ്പോൾ പിന്നെ ഒരു ഫിസിക്കൽ യൂണിയൻ അല്ലെങ്കിൽ ഒരു മാരേജ് എന്നൊക്കെ പറയുന്നത് നമ്മളുടെ ലെസൺ, നമ്മുടെ കർമ്മ എത്രത്തോളം ഉണ്ടോ, നമുക്ക് ഒരു ഡിവൈൻ മാരീഡ് ആയിട്ടുള്ള ഡിവൈൻ മാസ്കുലൈനായിട്ട് റീയൂണിയനും അതുപോലെ തന്നെ മാരേജിനും അല്ലെങ്കിൽ ഒരു ഫിസിക്കൽ റിലേഷൻഷിപ്പിനൊക്കെ നമ്മളുടെ കർമ്മ ഉണ്ടെങ്കിൽ, ഡിവൈൻ മാസ്കുലൈനായിട്ട് ഉണ്ടെങ്കിൽ, നമ്മുടെ സ്വാഭാവികമായിട്ടും നാച്ചുറലി അത് യൂണിവേഴ്സ് ചെയ്യും, നടത്തിത്തരും. നമ്മളായിട്ടൊരു ഫോഴ്സ് അതിനെടുക്കേണ്ട കാര്യമില്ല.
ഇനി അങ്ങനെ അല്ലെങ്കിൽ അതങ്ങനെ ആവില്ല. നമ്മളുടെ സോൾ അവൈക്കണിങ്ങിന് വേണ്ടി വന്ന് നമ്മളെ വളരെ മെച്യൂർഡായിട്ട് നല്ലൊരു ഹൈ വൈബ്രേഷൻ ലെവലിലേക്ക് എത്തിച്ച് സമൂഹത്തിലായാലും മെൻ്റലി ഇമോഷണലി ഒക്കെ നമ്മളെ സ്ട്രെങ്തൻ ആക്കി തരാൻ വേണ്ടിയിട്ട് നമ്മളുടെ ആത്മാവ് നമ്മുടെ ഈ ലൈഫിൽ വന്നു എന്നുള്ളൊരു യാഥാർത്ഥ്യത്തെ തിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പോൾ രണ്ട് സൈഡിലും വളരെ മനോഹരമായിട്ടുള്ള ഒരു ലൈഫ് മൂവ് ചെയ്യാനായിട്ട് സാധിക്കും. ഏറ്റവും ഫസ്റ്റ് ഇപ്പോൾ മാരീഡായ ഡിവൈൻ മസ്കുലൈൻ ആണെങ്കിലും മാരീഡ് അല്ലാത്ത ആണെങ്കിലും, ഇപ്പോൾ ഈ ഡിവൈൻ ഫെമിനൈൻ ചിലപ്പോൾ മാരീഡ് ആയിരിക്കും, ഡിവൈൻ മസ്കുലൈൻ മാരീഡ് ആയിരിക്കും, ഇങ്ങനെ കേസുകളുണ്ടാവും. പക്ഷേ എന്ത് തന്നെ ആയിരുന്നാലും അതിൽ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഒരിക്കലും ചേസ് ചെയ്തു പോയത് കൊണ്ടോ നമ്മൾ ഈ ഒരു റിയാലിറ്റി ഉൾക്കൊള്ളാതെ ഇതിനെ വെറും ഒരു ലവ് അഫെയർ മാത്രമായി കണ്ടതുകൊണ്ടോ ഒന്നും കാര്യമില്ല. നമ്മൾക്ക് കുറേ പർപ്പസുകളുണ്ട്. നമ്മൾ ഈ ഒരു ജേണിയിലേക്ക് വരുന്നതിന് അതിൻ്റേതായിട്ടുള്ളൊരു റീസൺ ഉണ്ട്. അത് മനസ്സിലാക്കുക. നമ്മളെപ്പോഴും ഈ ഒരു കോൺഷ്യസ് മൈൻഡിലിരിക്കുക. നമ്മൾ എത്ര വന്നാലും ജീവിക്കുന്നത് ഈ ഒരു 3Dയിലാണ്. അത് നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. ആ 3Dയിൽ നമുക്ക് ഒരുപാട് റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. നമുക്ക് ഒരിക്കലും നമ്മുടെ DMനെ മാത്രം നോക്കിയിരിക്കലും നടക്കില്ല. അപ്പോൾ അതിന് ആ ഒരു മെൻ്റൽ ലെവലിലേക്ക് നിങ്ങൾ വരണമെങ്കിൽ നിങ്ങൾ അത്യാവശ്യം നല്ല രീതിയിൽ ഹീലിംഗ് ഒക്കെ ചെയ്യണം. ഹീലിംഗ് ഒക്കെ ചെയ്ത് മുന്നോട്ട് വരുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ പ്രയോറിറ്റബിൾ ആയിട്ട് വരുന്ന ഒരു സമയത്ത് നമുക്ക് എല്ലാ റിയാലിറ്റിയും നമുക്ക് വിസിബിളാവും. സോ ഒരു ഡിവൈൻ ഫെമിനൈൻ്റെ ചോയ്സാണ് ഫിസിക്കൽ യൂണിയൻ വേണമോ വേണ്ട എന്നുള്ളത്. അങ്ങനെ ഒരു സ്റ്റേജ് വരുമ്പോൾ അത് നിങ്ങൾക്ക് തന്നെ ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ അതിലേക്കൊന്നും നിങ്ങൾ കോൺസെൻട്രേഷൻ കൊടുക്കണ്ട. ആദ്യം നമ്മുടെ ഹീലിംഗ് നടക്കണം. ഹീലിംഗ് നടന്നില്ലെങ്കിൽ നമ്മുടെ പെയിൻസും ട്രോമാസും ഒന്നും സോൾവ് ആവില്ല. സോൾവ് ആവാത്തിടത്തോളം കാലം നമ്മളിതിൽ സഫർ ചെയ്യേണ്ടി വരും എന്നുള്ളതാണ്. ആ ടൈം എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് അതിലേറെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ 3Dയിലാണ്, ആ റിയാലിറ്റിയിലാണ് ജീവിക്കുന്നത്. ഈ ഒരു ലൈഫേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു ലൈഫിൽ നമ്മൾ സമയത്തിന് ഒരുപാട് ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. എത്രയും വേഗം നല്ല രീതിയിൽ ഹീലിംഗ് ചെയ്യുക. ഒരിക്കലും ഡള്ളായിട്ടിരിക്കാതെ പോസിറ്റീവായിട്ടിരിക്കുക. ഒരു കാര്യം ലൈഫിൽ സംഭവിക്കുന്നത് നല്ലതിനാണെന്ന് വിശ്വസിക്കുക. അപ്പോൾ ഇത്രയാണ് ഒരു മാരീഡ് ഡിവൈൻ മസ്കുലൈൻസിനെ കുറിച്ചിട്ട് പറയാനുള്ളത്. സഫറിങ് ഫേസിലാണെങ്കിലും എന്ത് ഫേസിലാണെങ്കിലും ഒരു DMനെ ഒരിക്കലും അവരുടെ DFനെ മറക്കാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്. താങ്ക് യു യൂണിവേഴ്സ്.